അല്ല അമ്മായി എന്തെങ്കിലും നോക്കണേ? അല്ല നീ എന്തെങ്കിലും നോക്കണെന്ന്. അമ്മായി നോക്കിയോണ്ട് ഞാൻ നോക്കി. മിഠായി എവിടെ ചാടിക്കടിച്ചോണ്ട് വരണ? അടങ്ങിയിരിക്കാ അറിഞ്ഞൂടെ? അല്ല നീ നിന്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാട്ട്. പ്രാർത്ഥിക്കും. എന്തറിഞ്ഞിട്ടാ പാറു നീ നിന്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണ? എടാ നിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യമില്ല. ഇവരെന്ന് വെച്ചാ നിന്റെ ചെന്നൈ ഗുണ്ടു മല്ലിക്കും കിളവൻ കേശവനും. എന്തിനാ വർത്താനാണ് അമ്മായി അത്? അമ്മായിയാ? ഇനി മേലാല് എന്നെ അമ്മായി കുമ്മായിന്ന് വിളിച്ചോണ്ട് വന്നുമായിരുന്നു. ശാർക്കര ചില ആൾക്കാരുണ്ടേ, നമ്മളെ കാണുമ്പം അമ്മാന്ന് നീട്ടി വിളിക്കും. പക്ഷെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞ കിളവി, പരട്ടക്കിളവി, തള്ള എന്നൊക്കെ വിളിക്കും. അതുപോലാണ് ഇവിടെ ചിലവര്. അതൊക്കെ ആരമ്മായി എങ്ങനെ വിളിക്കണേ? ചില ആലമ്പ് പിള്ളേരുണ്ട്. പാറോ ഇവിടെ വാ. ഇത് നിനക്കുള്ള മിഠായി, നിനക്ക് മാത്രമുള്ള മിഠായി. ഇതിവിടെ ആർക്കെങ്കിലും കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞ, കനകേച്ചിക്കോ അമ്മയ്ക്കും കുഴപ്പമില്ല. പക്ഷെ നിന്റെ ചേട്ടനോ ചേച്ചിക്കോ കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞ, പിന്നെ നിനക്ക് ഞാൻ മിഠായി വാങ്ങിച്ചു തരൂല. നിന്നെ ഞാൻ ശരിയാക്കി കളയും. തിന്ന മിഠായി ഞാൻ തുപ്പിക്കും. മനസ്സിലായ? ഓ கௌரி, എന്താ இங்க என்ன பிரச்சனை? ഒരു കാര്യം ചെയ്യും, ഇത് ഇന്നോണ്ട് ഇവിടെ മിണ്ടാന്നില്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. இடையில ஏறி பேசாம இருக்கிறதுக்கு தான் கேட்டேன் என்ன பிரச்சனைன்னு. എന്ത് പ്രശ്നമെന്നാ? ഞാൻ അറിയാതെ ഇവർ രണ്ടുപേരും കൂടി നിങ്ങളെ കല്യാണം അങ്ങ് ഉറപ്പിച്ച്. എപ്പോഴെന്നാ? മിഠായി മേടിക്കാൻ പോയില്ലേ അപ്പം. கேசு சிவா, எனக்கு கல்யாணம் எல்லாம் வேண்டாம். ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. കല്യാണം ആലോചിച്ചോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ചെറുക്കൻ എന്താ ജോലി? ചെറുക്കനാ? ചെറുക്കനെ ശ്രീഹരിക്കോട്ടെന്ന് റോക്കറ്റ് കത്തിച്ചു വിടലാണ് ജോലി. ശമ്പളം എന്തോ കിട്ടും? അമ്മ ഒരു കാര്യം ചെയ്, ഇത് കഴിച്ചോണ്ട് മിണ്ടാന്നില്ല. கேசு சிவா, எனக்கு கல்யாணமே வேண்டாம். വേണ്ട, കല്യാണമായിട്ട് നടത്തണ്ട, കൈപിടിച്ചു വിടാം. നിങ്ങൾ രണ്ടുപേരും കൂടി തിരുനെൽവേലിയിലോ തിരുവനന്തപുരത്തോ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. അമ്മായി നിർത്തിക്കോ, ഷോ മതി കേട്ടോ. ഇത്രയും ഷോ ഒന്നും വേണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് ഇപ്പൊ പറഞ്ഞോണം. അമ്മായി ഞങ്ങൾ ഇത്ര നേരമായിട്ട് മിണ്ടായിരിക്കുകയാണ്. കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ? മിണ്ടാതിരിക്കണെന്നാ? നിന്റെ തലേ കയറിയിരിയടാ, നിന്റെ തലേ കയറിയിരി. നീ എന്തോന്ന് പറഞ്ഞ? ഞാൻ നിന്നെ തറയിൽ നിർത്തൂല. ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. പാറുനെക്കാളും കഷ്ടമാണ് എന്റെ അവസ്ഥ എന്നൊക്കെയല്ലടാ നീ പറഞ്ഞത്. അയ്യോ, ആരുടെ ഈ അപരാധങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്നത്? മിണ്ടരുത്, മിണ്ടരുത്. എനിക്ക് കേശുവിനോടും പാറുവിനോടും മാത്രമേ സ്നേഹമുള്ളൂ, അല്ലേ? ലച്ചുനോട് സ്നേഹമില്ലേ? ലച്ചുനോട് സ്നേഹമുള്ളൂ. നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്നല്ലേ പറഞ്ഞില്ലേ? അത് മാത്രമല്ല, ഗൗരി അമ്മായിക്കാണ് ഇവിടെ ഏറ്റവും കൊതി. കഴിക്കാൻ എന്ത് കിട്ടിയാലും ആർക്കും കൊടുക്കൂല, ഞാൻ മാത്രം എല്ലാം കഴിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ചുമ്മാ കഴിഞ്ഞിട്ട് പറയില്ലേ? പോയോ കൈ ചൂണ്ടി സംസാരിക്കണാടാ. കഴിഞ്ഞിട്ട് പറയില്ലേ? ചുമ്മാ കഴിഞ്ഞിട്ട് ഓവർ ആക്കരുത്, അത്ര തന്നെ. ഞാൻ കൈ നിട്ട് പറയണം. അമ്മയല്ലേ നിക്കണ? അമ്മയെ കൊണ്ട് സത്യം ചെയ്യും. നിങ്ങള് മിഠായി കഴിച്ചുകൊണ്ട് എന്നെ കുറ്റം പറഞ്ഞില്ലെന്ന് അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യും. എന്താ? ഓ, അവിടെ ആരുമില്ല. എവിടെ പോണ്? ശിവ, കുറച്ച് വെള്ളം താടി. ഇവിടെ ചിരിക്കാൻ എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, എന്നെ കുറ്റം പറയുമ്പോ ഇവിടെ എല്ലാവർക്കും ചിരിക്കും. அம்மா, எனக்கு கல்யாணம் வேண்டாம் அம்மா. അങ്ങോട്ട് പറ. கௌரி, எனக்கு கல்யாணம் வேண்டாம்.